വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ ഭാര്യയുടെ പേരിൽ കർണാടകത്തിലുള്ളത് വനഭൂമിയാണെന്ന് കർണാടക വനം വകുപ്പ്. 151.3 ഏക്കർ ഭൂമിയാണ് ഡെയ്സി ജേക്കബിന്റെ പേരിൽ കുടക് ജില്ലയിലുള്ളത്. ഭൂമിയിൽ നിന്ന് ഒഴിയണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് ഉത്തരവിറക്കി. മട്ടേരി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജി രംഗനാഥ് ഒക്ടോബർ 27-നാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. കുടക് ജില്ലയിലെ കോപ്പട്ടി വില്ലേജിൽ ജേക്കബ് തോമസിന്റെ ഭാര്യയുടെ പേരിൽ 151.3 ഏക്കർ ഭൂമിയാണുള്ളത്. ഈ ഭൂമി വനഭൂമിയായതിനാൽ ഉടമസ്ഥാവകാശം ഒഴിയണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. 1/1, 1/19, 1/23 എന്നീ 3 സർവേ നമ്പറിലായാണ് ഈ ഭൂമി ഉള്ളത്. കർണാടക വനനിയമം 64A പ്രകാരമാണ് നടപടി. 151.3 ഏക്കർ ഭൂമിയും വനമാണെന്നും 1904-ൽ റിസർവായി പ്രഖ്യാപിച്ചതാണെന്നുമാണ് വനം വകുപ്പിന്റെ നിലപാട്. 1999 മുതൽ കർണാടക സർക്കാരും ജേക്കബ് തോമസിന്റെ ഭാര്യ ഡെയ്സിയും തമ്മിൽ വിവിധ കോടതികളിൽ കേസുണ്ട്. കൂടാതെ 1998-ൽ ഈ ഭൂമിയിൽ നിന്ന് അനധികൃതമായി കോടികൾ വില വരുന്ന മരം വെട്ടിക്കടത്തിയെന്ന കേസും നിലനിൽക്കുന്നു. കർണാടകത്തിലും കേരളത്തിലും ഉന്നത ബന്ധമുള്ള ഹസൈനാർ എന്ന തടിക്കച്ചവടക്കാരനുമായി ചേർന്ന് മരം വെട്ടിക്കടത്തിയെന്നാണ് കേസ്. സ്ഥലവാസികൾ ഇടപെട്ടതിനെ തുടർന്ന് സംഭവം കോടതിയിലെത്തുകയായിരുന്നു. വനഭൂമിയാണെന്ന് വനംവകുപ്പ് പറയുന്ന സ്ഥലത്തുനിന്ന് മരം മുറിച്ചു കടത്തുന്നത് ക്രിമിനൽ കേസെടുക്കാവുന്ന കുറ്റമാണ്. വനംവകുപ്പിന്റെ ഈ ഉത്തരവിനെതിരെ എതിർകക്ഷിക്ക് പരാതി സമർപ്പിക്കാൻ അവസരമുണ്ട്. പരാതിയുണ്ടെങ്കിൽ 1 മാസത്തിനകം നൽകണമെന്നും വനംവകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഭൂമി സംബന്ധിച്ച കേസ് കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ. ജയ്ഹിന്ദ് ന്യൂസ്, ബംഗളൂരു.